ഹലോ, ആദിസ് പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ ലുലുവിൽ പോയി തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ഇവിടെ പോയി പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയിലേക്കാണ് കേട്ടോ പോയത്. ലുലു നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കോട്ടയിലും കൂടെ കയറിയിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിക്കാം എന്നുള്ള രീതിയിൽ കയറിപ്പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്നു ടിക്കറ്റ് എടുത്താലേ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ ആദ്യം തന്നെ കണ്ടത് ഇങ്ങനെയുള്ള ഈ കിടങ്ങാണ്. അപ്പോൾ ഇതിലിപ്പോൾ ആമകളാണ് കേട്ടോ. കുറേ ആമകളുണ്ട്. നല്ല രസമാണ് അവരിങ്ങനെ നീന്തി കളിക്കണ കാണാൻ. കുട്ടിയും കുഞ്ഞും ഒക്കെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് ഉള്ളിലേക്ക് കയറുകയാണ്. പണ്ട് കാലത്ത് ആദ്യം ടിപ്പുവിൻ്റെ സമയത്ത് ഇവിടെ ഈ കിടങ്ങിൽ മുതലകളാണെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിപ്പുവിൻ്റെ കോട്ട കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ലുലു കണ്ടതിനേക്കാളും ഹാപ്പി ആയിരുന്നു അവൾ ഇവിടെ വന്നപ്പോൾ. കാരണം ഒരുപാട് ഓടി നടക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർക്ക് കുറച്ചൊക്കെ പണ്ടത്തെ കഥകളൊക്കെ കുറച്ചൊക്കെ അറിയുന്ന, ചരിത്രം പറഞ്ഞു തരുന്ന അങ്ങനെ പറഞ്ഞു തരിക കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉള്ളിലോട്ട് കയറി പോവാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ മതിലുകൾക്കുള്ളിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് മൈസൂർ രാജാവായിരുന്ന ഹൈദരലി എന്ന് പറഞ്ഞ ഒരു രാജാവ് പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. അതും 1766. അപ്പോൾ ഏകദേശം എത്ര വർഷമായി നോക്കൂ, 258 വർഷത്തോളമായി. എന്നിട്ടും അതിൻ്റെ ആ ഒരു ഭംഗി. പക്ഷേ ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, അതായത് ഇത് സംരക്ഷിച്ച് പോകുന്നത് നമ്മളുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിട്ട് ഇപ്പോഴും അത് അതേപോലെ കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നീട് ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ ഇതിനുള്ളിലൊരു അമ്പലമുണ്ട് കേട്ടോ, ഹനുമാൻ ക്ഷേത്രം. ഈ കോട്ടയ്ക്കകത്ത് ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രം കൂടെ ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ കയറിപ്പോയി. ഉള്ളിൽ ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. ടിപ്പുവിൻ്റെ താവളമായിട്ടാണല്ലോ ഈ കോട്ട ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ഇതൊരു താലൂക്ക് ഓഫീസായിട്ട് രൂപാന്തരപ്പെടുത്തി എന്നാണ് പറയുന്നത്. ആ താലൂക്ക് ഓഫീസിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇതിനുള്ളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ വേറെ ഒരു ഐതിഹ്യം പറയുന്നത്, ഈ പാലക്കാട് ടൗൺ ഹാളിനും അതേപോലെ തന്നെ ഈ കോട്ടയ്ക്കും ഇടയിലായിട്ട് വലിയൊരു മൈതാനമുണ്ട്. ആ മൈതാനത്തിലാണ്, അതിനെയാണ് കോട്ട മൈതാനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാലത്ത് നമ്മളെ ടിപ്പു സുൽത്താൻ്റെ ആനകൾക്കും അതേപോലെ തന്നെ കുതിരകൾക്കൊക്കെ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഒക്കെ നടത്തിയിരുന്നത് ഈ ഒരു മൈതാനത്തിൽ വെച്ചിട്ടായിരുന്നു. ഇന്ന് അവിടെ ഇങ്ങനെ പലതരം മത്സരങ്ങളും അതേപോലെ തന്നെ സമ്മേളനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ആ മൈതാനം ഉപയോഗിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു പാർക്കും ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ അതിനുള്ളിലൂടെ നടന്നു. കുറേ നേരം അവിടെ റെസ്റ്റ് എടുത്തു. ആദ്യമൊക്കെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തൂടെയൊക്കെ കയറി നടന്നു. അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഈ ഒളിച്ച് താമസിക്കുകയായിരുന്നല്ലോ, ഒരു ഒളിത്താവളമായിട്ടാണല്ലോ അവർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുകളിൽ നോക്കിയിട്ട് ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ അങ്ങനെയൊക്കെ ഓരോ
റിപ്പോർട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനുള്ളിൽ. പിന്നെ അങ്ങനെ ഞങ്ങൾ അതിനെ അതിൻ്റെ മുകളിൽ കയറ്റി. അവിടുത്തെ ഓരോ ഇപ്പോൾ ഈ കാണുന്നതില്ലേ അതൊക്കെ താലൂക്ക് ഓഫീസൊക്കെ ആയിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ അവിടെയൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. വീടെത്തണ വരെ നല്ല മഴയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോന്നു. വഴിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.